ഹലോ, ഞാൻ സുനി സജയ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നടക്കട്ടെ. ദീർഘായുസം പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിലുള്ളവരെ ക്രിസ്തുവേശുവിൽ പ്രശസ്തമാകട്ടെ. ആമയും പറഞ്ഞത് ഏറ്റെടുത്തു, അത് തന്നെ സംഭവിക്കും. ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാം കേട്ടോ. ബൈബിളിൽ പറയണേ എത്ര കറക്റ്റല്ലേ. സങ്കീർത്തനം 39:1. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. നമ്മുടെ വായിന്ന് ചാർന്ന ഓരോ കാര്യങ്ങൾ ആൾക്കാരെടുത്ത് ഇപ്പോൾ കാണാൻ പാടേ, രാഷ്ട്രീയക്കാരുടെ വായിന്ന് അറിയാണ്ടൊന്നും ഇപ്പോൾ ചാടി ആരുടെയും അതെടുത്ത് അവിടെ കൊടുത്തു അവരുടെ പണി പോകണു, അവരുടെ മന്ത്രിസ്ഥാനം പോകും, അങ്ങനെ എന്തെല്ലാം സംഭവിക്കണല്ലേ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. നമ്മൾ ചുമ്മാ ഒന്ന് പറഞ്ഞായിരിക്കും, നമ്മൾ എന്തെങ്കിലും ഒരാളെ പറ്റി പറഞ്ഞു, അത് അവരുടെ ചെവിയിൽ ഇച്ചിരി കൂട്ടി അങ്ങോട്ട് കൊണ്ട് കൊടുത്തു. അപ്പം ദുഷ്ടം മുമ്പിലിരിക്കുമ്പോൾ ആരും മുമ്പിലിരുന്നാലും നാവിനൊരു കടിഞ്ഞാണെന്ന നല്ലത് അത് എനിക്കില്ല. എല്ലാവരും എന്നെ ഉപദേശിക്കും, ഇങ്ങനെ എല്ലാവരോടും എല്ലാം തുറന്ന് പറയരുത്, തുറന്ന പുസ്തകം ആകരുത്, ഞാൻ തുറന്ന പുസ്തകമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വഴക്ക് പറയും. നമുക്ക് അത്യാവശ്യം രഹസ്യങ്ങളും സീക്രട്ടൊക്കെ വേണം. എൻ്റെ സ്തോത്രം അതിനൊക്കെ സാധിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ കുർത്തയുടെ ആട്ടോ, മൽച്ചന്തേരിയുടെ 3 പീസ് സെറ്റ് ഫങ്ഷൻ വെയർ സൂപ്പറാട്ടോ. കുഞ്ഞു എംബ്രോയ്ഡറി, കഴുത്തൊക്കെ നോക്കിക്കേ, എന്ത് ഫിനിഷിങ്ങിലാണ് തയ്ച്ചേക്കണേന്ന് നോക്കിക്കേ. എൻ്റെ ബാക്ക് ഇങ്ങനെ ഷോളിൽ സ്കാലപ്പും ഉണ്ട്. ഷോളിൽ സ്കാലപ്പും ഉണ്ട്. ഷോളി വർക്കിൻ്റെ ആവശ്യമില്ല. ടോപ്പ് നിറച്ച് വർക്കുള്ള ഒന്നിനും ഷോളി വർക്ക് വരാറില്ല. ടോപ്പിൽ നിറച്ച് വർക്കുണ്ട്, കയ്യിലും ഉണ്ട്. ബാക്ക് പ്ലെയിൻ ആട്ടോ, ബാക്ക് പ്ലെയിൻ. ആ ഫ്രണ്ട് ഇങ്ങനെ ഏലൈനാണ്. ടോപ്പിന് ലൈനിങ്ങും ഉണ്ട്. നല്ല സെറ്റാട്ടോ ഫങ്ഷന്. നമുക്ക് ഈ കളറൊക്കെ നല്ലതാണ്. ഒരു കളർ കൂടെ ഉണ്ട് കേട്ടോ. ഓണത്തിനൊക്കെ ഇടാനും നല്ല. ഓണത്തിന് ഇടാനും നല്ലതാണ്. ഫങ്ഷൻ വെയർ മൽച്ചന്തേരിയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ബോട്ടം വന്നത് ചുറ്റും എലാസ്റ്റിക് ഉള്ള ഒരു ലിറ്റിൽ പലാസോ എന്ന് വെച്ചാൽ പാരൽ ബോട്ടത്തിൽ ഇച്ചിരിയുടെ വീതിയിൽ. അപ്പോൾ ഒരു കളർ കൂടെ ഉണ്ട്. 1990 രൂപയുള്ളൂ കേട്ടോ. സാധാരണ നമുക്ക് 2500, 2900 മൽച്ചന്തേരി തന്നെ. ഈ വിലയ്ക്ക് അധികം വരാറില്ല. 999 മീഡിയം തൊട്ട് XXL വരെയുണ്ട് കേട്ടോ. ചുറ്റും എലാസ്റ്റിക് ഉള്ള ബോട്ടമാണ്. സൂപ്പറാണ്. ഇടുമ്പോൾ കറക്റ്റ് ആട്ടോ. ഇത് വലിച്ചിങ്ങനെ ചുമ്മാ പിടിച്ചിട്ടല്ലേ ഉള്ളൂ. അതിൻ്റെ ചിരിക്കാൻ പറ്റില്ല. ഈ കുർത്ത കണ്ടപ്പോൾ ഞാൻ ആദ്യം എംബ്രോയ്ഡറി എന്ന് ഓർത്തു. അത് കഴിഞ്ഞ് പിടിച്ച് കഴിഞ്ഞ് കട്ട് ചെയ്തിട്ട് ഇത് പിടിക്കണ കേട്ടോ. അവരെന്നെ എപ്രന്റ് എന്ന് പറയണമെന്ന് പറഞ്ഞു. ദൈവമേ, പെട്ടെന്ന് നമ്മുടെ ഹാൻഡ്ലൂം കോട്ടണിലെ വാഷിൻ്റെ ഹാൻഡ്ലൂം കോട്ടണിലെ ടോപ്പിൽ ലൈനിങ് ആയിട്ട് നല്ല ബേജ് കളറിലെ പ്രിന്റിൻ്റെ 2 പീസ് സെറ്റാണ്. റേറ്റ് എത്ര? അടിപൊളിയാണ്. 799 രൂപയുള്ളൂ കേട്ടോ 2 പീസ് സെറ്റിന്. ബോട്ടത്തിന് പോക്കറ്റ് ഉണ്ട്. ബോട്ടത്തിന് പോക്കറ്റ് കൊണ്ട് ഈ കളർ നമുക്ക് എല്ലാ ഇതിലും ഇടുകയും ചെയ്യാം. ചുറ്റും എലാസ്റ്റിക് ഉള്ള ബോട്ടത്തിന് 499 വരും. ഈ ബോട്ടത്തിന് തന്നെ എത്രയും ആകെ സെറ്റിന് എത്രയാ? ആകെ സെറ്റിന് 799 രൂപ. ടോപ്പ് ലൈനിങ്, ആ സ്റ്റിച്ചിങ് ചാർജ് പോലും മഞ്ഞില്ലട്ടോ. മീഡിയം തൊട്ട് ഇതൊക്കെ എങ്ങനെ മുതലാവും എനിക്കറിയാൻ പാടില്ല. നമ്മുടെ കേരളത്തിൽ തയ്ച്ച ഇത് എങ്ങനെ മുതലാകാനാ? ഭായിമാര് തയ്ക്കുന്നിടത്ത് സ്റ്റിച്ചിങ് ചാർജ് നോക്കുക. അത് അവരുടെ തയ്യക്കാരുടെ കുഴപ്പമില്ല. ഭായിമാരെ വെച്ച് തയ്ക്കുമ്പോൾ അത്ര മേടിച്ചാലേ മുതലാവുള്ളൂ. അപ്പൊ അവര് തയ്ക്കുമ്പോൾ അവര് തന്നെ തയ്ച്ചു തരും. ഭായിമാര് തന്നെ തയ്ക്കുന്നതാ. അപ്പൊ ഈ മെറ്റീരിയൽ വാഷ്ഡ് ഹാൻഡ്ലൂം കോട്ടനെയാണ് ഈ പറയണത്. ഇത് അതിൽ ഈ പ്രിന്റ് ആയിട്ട് ഈ ബോട്ടം ഒക്കെ ആയിട്ട് 799 രൂപ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ്. അടിപൊളി ഒരു 3 പീസ് സെറ്റാണ്. പ്യുവർ കോട്ടന്റെ, നല്ല മൽക്കോട്ടന്റെ പ്യുവർ കോട്ടന്റെ ഏലൈനാണ്. സ്ലിറ്റ് ഇല്ല. കയ്യിലൊക്കെ ലേസ് വർക്ക് ഉണ്ട്. നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. കഴുത്തിലും നല്ല കോളറും കഴുത്തും വെച്ചിട്ട് അതിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. കൈയുടെ ഇവിടെയും വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഷോളിന്റെ അറ്റത്ത് ഇങ്ങനെ ടാസൽസും ഉണ്ട് അല്ലേ? ഷോളിന്റെ അറ്റത്തും ബാക്ക് ഇങ്ങനെ അത് കട്ടിങ് ഉണ്ട് കേട്ടോ. അത് കാരണം പെർഫെക്റ്റ് ആയിട്ട് കിടന്നു. 3 പീസ് കട്ടിങ്ങാണ്. അപ്പോൾ നമ്മൾ സൈസ് നോക്കി എടുക്കുമ്പോൾ ഇപ്പം ചിലത് മീഡിയം മതിയായിരുന്നു. പക്ഷെ ഇതിൻ്റെയൊക്കെ ലാർജല്ലേ ഇട്ടേക്കണേ. സാധാരണ ഫ്രീസ് ഉള്ളത് കഴിഞ്ഞ ദിവസമായിട്ട് ഇപ്പം മീഡിയം ഇട്ടെ. പക്ഷെ ഇതിന് കട്ടിങ്, ഈ 3 പീസ് കട്ടിങ് ഉള്ളപ്പോൾ കറക്റ്റ് ഷേപ്പ് ഇരിക്കും. അപ്പോൾ ലാർജ് തന്നെ വേണം. അപ്പോൾ ഇത് മീഡിയം തൊട്ട് XXL വരെ ഉണ്ട് കേട്ടോ. ഇതിന് ബോട്ടം കണ്ടോ കേട്ടോ. 1599 ആണ്.
ബാക്കിൽ എലാസ്റ്റിക്, ഫ്രണ്ട് പടി, ബോട്ടം ദേ ലേസ് വർക്ക് കാലയിലും കൊടുത്തിട്ടുണ്ട്. ഷോളാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ഷോളും നല്ല കളർ ചാർട്ടും കേട്ടോ. പെട്ടെന്ന് നോക്കിക്കോ, അടിപൊളി ഒരു കളർ കൂടെ ഉണ്ട് കേട്ടോ. സൂപ്പർ കളറാണ്, അടിപൊളി കളർ, നല്ലതാ. നമുക്ക് കൺഫ്യൂഷൻ തോന്നും ഏത് കളർ എടുക്കണമെന്ന്. ദേ ബോട്ടം കണ്ടോ, അതിൻ്റെ കൈയുടെ ഇടയിൽ ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇവിടെ ഇത് ഇച്ചിരി ഉണ്ട് ഇതിങ്ങനെ. ആ ആ ഇതിന്റെ ഇത് പറഞ്ഞില്ലായിരുന്നു, ഇനി ഉണ്ടെന്ന്. ആ ഇത് സൂപ്പർ ഒരു വത്തിക്കൻ സിൽക്കിന്റെ കുർത്തയാട്ടോ. പണ്ട് ഞാൻ വത്തിക്കൻ സിൽക്ക് ഇച്ചിരി ഹാർഡായിരുന്നു, ഇപ്പോൾ സോഫ്റ്റ് റയോൺ പോലെയാണ്. ഞാൻ റയോണാന്ന് ഓർത്തോണ്ട് എടുത്തത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയിട്ടാണ് വത്തിക്കൻ സിൽക്കാന്ന് മനസ്സിലായത്. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ. അതിലെ പ്രിന്റ് നോക്കിക്കേ, ഒരു ഗ്രാൻഡ് കളറും കഴുത്തും ഒക്കെ സൂപ്പർ. റേറ്റ് ആണ് ഏറ്റവും രസം. ലൈനിങ്ങും ഉണ്ട്, ടോപ്പിന് ലൈനിങ്ങും ഉണ്ട്. റേറ്റ് കേൾക്കുമ്പോൾ ആട്ടോ ഏറ്റവും രസം. 899 രൂപയേ ഉള്ളൂ. സൈസോ മീഡിയം തൊട്ട് ഡബിൾ എക്സ്. ചുറ്റും എലാസ്റ്റിക്, മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയുണ്ട്. ചുറ്റും എലാസ്റ്റിക് ഉള്ള ബോട്ടവും പാരൽ പാൻ്റാണ്. റഫ്യൂസിന് സൂപ്പർ, കഴുകി പറക്കി ഒക്കെ ചവിട്ടി പറിച്ച് യൂസ് ചെയ്യാം. വെറും 899 രൂപയേ ഉള്ളൂ. വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്നവർ അങ്ങനെ എടുത്തത് ഒരു കളർ കൂടി ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക, വാട്സപ്പ് കോൾ വിളിക്കണേ. നെക്കിന്റെ പാറ്റേണിന്റെ വ്യത്യാസം. അപ്പൊ നല്ല നെക്കിനൊരു വെറൈറ്റി പാറ്റേൺ. ഇപ്പൊ യുന്ന് മാറി ഒരു വക്രമൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട്. അതുപോലെ നല്ലൊരു സിൽക്കിന്റെ ഒരു ഫീലിങ്സ് ഉണ്ട് കാണുമ്പോഴായാലേ. ഭയങ്കര രസം. സുപ്രിയക്ക് എല്ലാം ചേർന്നുണ്ട് കേട്ടോ. എല്ലാം എടുത്ത് ഓരോ തോടെ വീഡിയോ പിടിച്ചിട്ട് പോകുമ്പോ ഒരു കെട്ട് ഡ്രസ്സൊക്കെ ആയിട്ട് തുടങ്ങി. എന്നും തിരക്കാ, പാചകം, എന്താ മൊത്തം ബിസി ആളാണ്. എന്താ ഈ അടിപൊളി ഒരു മൽച്ചന്തേരിയുടെ സൂപ്പർ കുർത്ത. ടോപ്പ് മാത്രമേ ഏലയിനാട്ടോ, ഉടുപ്പായിട്ട് യൂസ് ചെയ്യാം, ഫ്രോക്കായിട്ട്. നല്ല എംബ്രോയ്ഡറി, ഫ്രണ്ടിൽ മാത്രമേ എംബ്രോയ്ഡറി. ഇത് ഇങ്ങനെ കഴുത്തും 999 വിലയുള്ളൂ. കൈക്ക് ലൈനിങ് ഇല്ല. ബാക്ക് ടോപ്പിന് ലൈനിങ്ങും ഉണ്ട്. ബാക്ക് ഇങ്ങനെ മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയുണ്ട്. 999 ഉള്ളൂ. പെട്ടെന്ന് വെബ്സൈറ്റ് നല്ല കളറിൽ നോക്കി. പ്രിന്റ് ഫ്രണ്ടിൽ ബാക്കിൽ പ്ലെയിൻ. ബാക്കിൽ പ്ലെയിൻ. പാറ്റേൺ ഭയങ്കര നല്ല പാറ്റേൺ ആണ്. ഇതൊക്കെ ഫ്രോക്കിന് യൂസ് ചെയ്യാം, ഫങ്ഷൻ വെയർ. ഇപ്പൊ ടോപ്പ് തന്നെ ഒത്തിരി പേര് ചോദിച്ചു വരുന്നുണ്ട്. എല്ലാം 3 പീസും 2 പീസും ആലോ. ടോപ്പ് തന്നെ കോളർ വെച്ച് ഈ കോളറും ചോദിച്ചു വരുന്നുണ്ട്. നല്ലൊരു യെല്ലോ, ഒരു പ്യുവർ കോട്ടൺ, 150 പെർ മീറ്ററിന്റെ പ്യുവർ കോട്ടണിൽ ലൈനിങ് ഇട്ട ടോപ്പ് 650 ഉള്ളൂ. മീഡിയം തൊട്ടാണോ? ലാർജ് തൊട്ട് 3XL വരെയുണ്ട്. അപ്പോൾ ടോപ്പ് തന്നെ എടുക്കുന്നവർ പെട്ടെന്ന് പോലെ. അടിപൊളി ഒരു 3 പീസ് കുർത്തിയാണ്, സൂപ്പറാണ്. അത് ടോപ്പ് ആൻഡ് ബോട്ടം. ഇത് പിന്നെ ബ്ലോക്ക് പ്രിന്റ്, ഒരു വലിയ പ്രിന്റ് കൊടുത്തിട്ട് അതിൽ എംബ്രോയ്ഡറി അടിച്ചേക്കണേ കേട്ടോ. 1599 ഉള്ളൂ കേട്ടോ. ഫുൾ എംബ്രോയ്ഡറി ഉണ്ട്. 2 പോക്കറ്റ് ഉണ്ട്. കഴുത്തിൽ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഷോളിൻ്റെ 2 വശവും കയ്യേൽ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. ഷോളിൻ്റെ 2 വശവും ബോർഡർ ഇങ്ങനെ കൊടുത്ത് ബ്ലോക്ക് പ്രിന്റ് കൊടുത്ത് നല്ല അടിപൊളി ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം, കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. നല്ല മൽക്കോട്ടൻ്റെ സൂപ്പർ കുർത്തയാണ്. ബാക്ക് ഇങ്ങനെ പ്ലെയിൻ വരും, ഫ്രണ്ട് ഇങ്ങനെ. ബോട്ടം ചുറ്റും എലാസ്റ്റിക് ഉള്ള ഒരു പലാസ ബോട്ടാണ്. സൂപ്പർ ഷോളുമാണ് കേട്ടോ. ഷോളും നല്ല ഷോള്. അപ്പോൾ 1599 ഉള്ളൂ. മീഡിയം തൊട്ട് ഡബിൾ എക്സ് എന്നല്ല പറഞ്ഞേ. നല്ല കോട്ടൺ ടോപ്പുകൾ. ഇത് 650, 599. ഈ ലൈനിങ് ഇട്ട ടോപ്പ് 599 രൂപയേ ഉള്ളൂ കേട്ടോ. ടോപ്പ് തന്നെ ചോദിച്ചു വരുന്ന ഒത്തിരി പേർക്ക്. നല്ല കളറുകളാണ്, നല്ലതാണ്. ബാക്ക് ഇത് ഇങ്ങനെ സൈഡ് ഓപ്പൺ ആയിട്ട് നമ്മൾ മറ്റേ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കഴുത്തൊക്കെ നല്ല സ്റ്റൈലായിട്ട് ബട്ടൺസ്. അതിനെച്ചാൽ ടോപ്പ് കൈക്ക് ലൈനിങ് ഇല്ല. പണ്ട് നമ്മൾ ഈ ടോപ്പ് തന്നെയല്ലേ ആദ്യത്തെ കാലത്ത്, കോട്ടൺ സെപ്പറേറ്റും ഇല്ലായിരുന്നു. ഇപ്പോഴും ഒത്തിരി പേര് ടോപ്പ് തന്നെ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയാണ്. ഇത് ഇങ്ങനെ ഈ സെയിം വിലയാണ്, 599 രൂപയേ ഉള്ളൂ. അത് ലാർജ് തൊട്ട് 3XL. ലാർജ് തൊട്ട് 3XL വരെ കേട്ടോ. ഇനി അതിന്റെ കളർ ചേഞ്ചും ഉണ്ട്.
599 ടോപ്പ് ലൈനിങ് ഇട്ടതൊക്കെ നല്ല രസമല്ലേ. ഒരു വൈറ്റ് ബോട്ടൊക്കെ ഇട്ടാൽ പോരെ. വൈറ്റ് ബോട്ടൊക്കെ ഓൾറെഡി നമുക്ക് കാണുമല്ലോ. 499 ലേസ് വെച്ച വൈറ്റ് ബോട്ടൊക്കെ കൂടി ചോദിച്ചാൽ കിട്ടും. നമ്മൾ എല്ലാവരും നമ്മുടെ ഇതിലൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കാരണം കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കണേ. ഇതിൻ്റെ കളേഴ്സ് ഇത് മീഡിയം തൊട്ട് 3XL വരെയുണ്ട്. മീഡിയം തൊട്ട് 3XL. ഇത് നമ്മൾ എപ്പോഴും റിപ്പീറ്റ് തന്നെയാണ്. ഇതിനൊക്കെ ഇത്തവണ കുറേ കളേഴ്സ് കൂടിയൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതിന് ബോട്ട് ഇതിൻ്റെ പല സൈസ് 499 രൂപ അല്ലേ. 499 രൂപയ്ക്ക് നിങ്ങൾക്ക് ലാർജ് തൊട്ട് 3XL വരെയുണ്ട്. ബോട്ടം ഉണ്ട്. ഷോളും അതെ. ഇത് 550 മൽച്ചന്തേരി കോട്ടയുടെ 499 ഇങ്ങനെ ബേജ് കളർ ഷോളും ഉണ്ട്. അപ്പോൾ നമുക്കിത് ഓണത്തിന് കൂടെ അല്ലാണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് നോക്കാം. കളേഴ്സ് കണ്ടു. ഇത് ഈ 699 രൂപയ്ക്ക് ടോപ്പ് ലൈനിങ്ങും ഇതുപോലെ നല്ല സൂപ്പർ ഡിസൈനർ കുർത്തയാട്ടോ. നമുക്ക് പിന്നീടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് എപ്പോഴും ഇത് തീരുമ്പോൾ ഓർഡർ കൊടുത്താൽ അവർ പറയും എത്ര നാൾ കഴിയുമ്പോൾ അടുത്തത് ഇങ്ങനെ സ്റ്റോക്ക് വന്നെയാണ്. അത്രയ്ക്കും ഇത് കണ്ടമാനം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കേട്ടോ. ആരിട്ടാലും പെട്ടെന്ന് എടുക്കും. നല്ല കളർ ചാർട്ട്. ഇതൊക്കെ അവർ ആദ്യമായിട്ട് ഇറക്കണേ. ലൈലാക്കൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പെട്ടെന്ന് 699 ടോപ്പിന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ടോപ്പ് ആൻഡ് ബോട്ടാണോ? ഇത് റയോണിൻ്റെ കുറേ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെപ്പോഴും എല്ലാവരും ചോദിക്കണം കേട്ടോ. അതിൻ്റെ കളേഴ്സും ലക്നൗ വർക്ക് പലാസോ പാൻറ്റും കേട്ടോ. ചുറ്റും എലാസ്റ്റിക്കുള്ള പലാസോ പാൻറ്റും. ലാർജ് തൊട്ട് 3XL വരെയുണ്ട്. 1299 ഉള്ളൂ. നല്ല സെറ്റാട്ടോ. അതിൻ്റെ ബ്ലാക്ക് കുറേ കളേഴ്സ് വന്നിട്ടുണ്ട്. 1299 ആണ്. പെട്ടെന്ന് എടുത്തോ. ലെങ്തൊക്കെ ഉണ്ട് കേട്ടോ. ലെങ്തൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ലെങ്ത് കുറവായിരുന്നു. ഇപ്പോൾ വേണ്ട ലെങ്ത് ഉണ്ട്. ലെങ്ത് കൂടി ഇപ്പോൾ അയക്കും 100 രൂപ കൂടി. പണ്ട് 1199 ആണോ? അല്ലേ 1399 ആയിരുന്നു അല്ലേ. വന്നായിരുന്നു. പല വിലയ്ക്കാണ് വന്നത്. 1299 ആണ് ഈ തോണത്തെ വില. അപ്പം 3 കളർ. ഒരു സോഫ്റ്റ് സിൽക്കിൻ്റെ ഷോള് 450 കേട്ടോ. നല്ലതാട്ടോ. ബേജ് കളറിൽ നമുക്കിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ജോർജറ്റോ എന്തിൻ്റെയും ഉണ്ടെങ്കിൽ ആ ഷോൾ ടോപ്പ് ഇങ്ങനെ ഇട്ടിട്ട് ഷോൾ ഇട്ടാൽ ടോപ്പും ബോട്ടോ ഒരേ കളർ എടുത്തിട്ട് അല്ലെങ്കിൽ ബേജ് കളറിനായാലും ഭയങ്കര രസമായിരിക്കും. ബേജിലാണ് പല കളർ വന്നേക്കണേ. 450 ഉള്ളൂ. 450 ഉള്ളൂ. സൂപ്പറാണ്. നല്ല മൽച്ചന്തേരിയുടെ ഷോള് സൂപ്പർ. 550 രൂപയുള്ളൂ കേട്ടോ. അതിൽ മൾട്ടി കളറും ഉണ്ട്. നല്ല രസം. ഇത് ചെക്ക് ഇത് കൊടുത്തിട്ട് നമുക്ക് രാവിലെ നോക്കുമ്പോൾ ആപ്ലിക്ക് വർക്കാന്ന് തോന്നുന്നു. 550. ഇത് നമുക്കടെ എവർഗ്രീൻ എന്നുമുള്ള കോട്ട ഷോള് 499. അതിൻ്റെ ഡിസൈൻ ഇങ്ങനെ വ്യത്യാസം വരും കേട്ടോ. 499. 550. ഇതും 550. മൽച്ചന്തേരിയുടെ ഭയങ്കര സുഖം. അത് ഇതിൻ്റെ ക്രീം 550 രൂപ. പിന്നെ ഈ ഷോളിലൂടെ നോക്കാം. നമ്മുടെ റീസ്റ്റോക്ക് വന്നേക്കണേ കേട്ടോ. 650. എൻ്റെ ദൈവമേ, ഇന്നലെ സൺഡേ പ്രയറിന് പോയില്ലോ. എന്നാ പറയാനാ, ചുമ്മാ കട്ടിലേക്ക് കിടപ്പ്. മഴയൊക്കെ പെയ്തപ്പോൾ അങ്ങനെ നഷ്ടമാട്ടോ. നമ്മൾ പ്രയർ മീറ്റിങ്ങുകൾ ഒന്നും കളയരുത്. അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അസുഖങ്ങളൊക്കെ മാറിപ്പോവും. മിക്കവാറും എനിക്കങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചേക്കളേ തോന്നണേ. എപ്പോൾ എല്ലാം പരിശോധിക്കുമ്പോൾ എൻ്റെ യേശപ്പൻ്റെ കൃപയാലും കുഴപ്പമില്ലാത്ത എനിക്ക് തോന്നണേ. ഈ പ്രയറിനൊക്കെ പോകുമ്പോൾ രോഗസൗഖ്യത്തിനൊക്കെ പ്രാർത്ഥിച്ച് തലയിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോഴത്തേനും ഉള്ളിലുള്ള എല്ലാ അസുഖങ്ങളും മാറിപ്പോവും. അങ്ങനെ ഇരുന്ന് കുറച്ച് ദിവസമായിട്ടേ അങ്ങനെ പണിയണേ ആളുടെ നിഷയുടെ ഹസ്ബൻഡ് മരിച്ചു പോയി. അപ്പോൾ വന്നില്ല. ഇപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ പിന്നെ ഇന്നലെ കുഞ്ഞും അത് കാരണം പോർക്ക് റിബ്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുഞ്ഞുവിന് പേടിയാണ് എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ. എനിക്ക് കുറ്റം പറച്ചിൽ അങ്ങനെ ഒരു ദുഷ്ടശക്തി എന്നിട്ടുണ്ട്. യേശുവിനകത്ത് ക്യാൻസലായി പോട്ടെ. കുഞ്ഞു പറയാ ഞാൻ കൊണ്ടുതരില്ല അമ്മയ്ക്ക് ഒന്ന്. അമ്മ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. എൻ്റെ പോലെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ പോർക്ക് റിബ്സ് കഴിച്ചു.
പിന്നെ കുറച്ച് ഇറച്ചി കുഞ്ഞു വളർത്തിക്കൊണ്ട് വന്നു. അങ്ങനെയൊക്കെ ഇന്ന് ചക്ക 2-3 ഇട്ട് വേവിച്ച് ഇനി 2-3 ദിവസം ചക്കപ്പുഴുക്കാം. ഇങ്ങനെ ചക്കപ്പുഴുക്കം പന്നിയിറച്ചി എല്ലാവരും കൂട്ടുമെന്ന് പറയുമ്പോൾ അതുകൂടെ കൂടി എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ തീറ്റ എന്നിട്ട് ഇതേപ്പോൾ യൂറിക് ആസിഡും എല്ലാത്തിൻ്റെ ബോർഡർ, ഷുഗറും കൊളസ്ട്രോളിൻ്റെ ഒക്കെ ബോർഡർ. ഇനി പോയി എക്സസൈസ് ചെയ്ത് ഹെർബ ഇച്ചിരി കഴിച്ചാലോ നോക്കുക. എൻ്റെ അമ്മച്ചി ഇന്നലെ എന്നെ കണ്ടപ്പോൾ ഈ സ്വന്തം അമ്മമാരാണ് മക്കളുടെ ഏറ്റവും വലിയ കമൻറ്റ് പറയണത്. അമ്മച്ചി ഇത് നീ എന്നെ ഈ ചക്കപ്പുഴുക്കൂലിരിക്കണേ എന്തൊരു തടിയാണോ എൻ്റെ അമ്മ. എനിക്കിത് കേട്ടിട്ട് ഇന്നലെ മുതലൊരു തൊണ്ണേന്നൊന്നും ഇറങ്ങണില്ലാത്ത അവസ്ഥയായി. ഭയങ്കര ഒരു വിഷമാങ്ങോ. അമ്മച്ചി അങ്ങനെ പറയുമ്പോൾ അമ്മച്ചി പറയണ കറക്റ്റാണ്. ഉടനെ ഒന്ന് വണ്ണം കുറയ്ക്കണം. അപ്പൂട്ടൻ്റെ കല്യാണം ആകുമ്പോഴത്തേനും ഒന്ന് സ്റ്റൈൽ മന്നത്തെയൊക്കെ ആകണം എന്ന് ആഗ്രഹം. പിന്നെ വേറെ തന്നെ പിന്നെ സ്വർണ്ണക്കട സ്കീം കൂടുന്നാരും മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾക്കതൊരു മക്കളെ എന്തിനാണ് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. എനിക്ക് ആമക്കളാണ്, എന്തിനാ സ്വർണ്ണം? എൻ്റെ ഇതിപ്പോൾ സ്വർണ്ണം ഉണ്ടെങ്കിൽ ആമക്കൾക്ക് കൊടുക്കണം. ഞാനത് വിറ്റ് കാശ് പിടിച്ച് അടുത്ത ബിസിനസ് തുടങ്ങും. ഞാൻ ആമക്കൾക്ക് കൊടുക്കുമൊന്നുമല്ല ചെയ്ത്. ഞാൻ എപ്പോഴും പറയും എൻ്റെ പേരക്കിടാവിന് സ്വർണ്ണം പെങ്കൊച്ചുണ്ടാകുമ്പോൾ എനിക്ക് പെങ്കൊച്ചില്ലാത്ത കാരണം ഞാൻ കുഞ്ഞിനോട് കൂടെ പറയും പെങ്കൊച്ചുണ്ടായില്ലെങ്കിൽ ഞാൻ പൗലോനൊന്നും സ്വർണ്ണം കൊടുക്കൂലട്ടോ. പെങ്കൊച്ചുണ്ട് ആർക്കുണ്ടായോ അമ്മ കൊടുത്തോന്ന് പറയാം. അവർക്ക് പറ്റൂല ഒരു കൊച്ചൊന്നും പറഞ്ഞുകൊണ്ടേ അല്ല, അങ്ങനെയല്ല കേട്ടോ. അതൊന്നുമല്ല. ഇനി പെങ്കൊച്ചും അവനും ഉണ്ടാകും, 2 പേർക്കും ആങ്കൊച്ചും പെങ്കൊച്ചും ഒക്കെ ഉണ്ടാകും. നമ്മളത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. സകലത്തിന് മതിയായവനല്ല യേശോപ്പൻ. ഇങ്ങനെ പറയുമെങ്കിലും എൻ്റെ ആവശ്യത്തിന് ഞാൻ സ്വർണ്ണം സ്വരൂപിക്കണേ. എനിക്ക് അത്യാവശ്യം വന്നാൽ എനിക്കിങ്ങനെ ഒരു ടൂറൊക്കെ പോകണം. ചൈന, റഷ്യ, അമേരിക്കയ്ക്കൊക്കെ പോകണമെങ്കിൽ 2 വള ഊരിയിട്ടാൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. സ്വർണ്ണത്തിന് ഇങ്ങനെ വിലയേറുപ്പാക്കി ലോകം മുഴുവനും കാണണ്ടേ. അല്ലെങ്കിൽ നമ്മൾ മേളിൽ ഇരുന്ന് താഴ്ത്തായിട്ട് നോക്കി കാണേണ്ട വരും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ. അയ്യോ ഇത്രയും നന്നായിട്ടാണോ ദൈവം സൃഷ്ടിച്ചത്. അയ്യോ എനിക്ക് ചൈനയ്ക്കും റഷ്യ ഒന്നും കാണാൻ പറ്റിയില്ല ഭൂമി നടന്നപ്പോൾ. അതിൻ്റെ ആവശ്യമുണ്ടോ? പ്രാർത്ഥിക്കുക. നമുക്കിടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറയും. അല്ലേ അഹങ്കാരമായിട്ട് ഓർക്കാം. മനുഷ്യനോട് പറയുമ്പോൾ പണ്ട് ഞാനിങ്ങനെ പറയുമായിരുന്നു, എനിക്ക് കല്യാണം ആലോചിച്ചപ്പോൾ കേട്ടോ ഞാൻ ഓർക്കും അഹങ്കാരത്തിൻ്റെ വാക്കായിരുന്നു. ഇങ്ങനെ എനിക്കറിയാമ്പോഴാണ് എനിക്ക് നല്ല സ്വഭാവമാണെന്ന് നാട്ടുകാർ പറയണേ. പക്ഷെ എനിക്കറിയാനില്ല അഹങ്കാരം കയറി. എനിക്ക് 2 നില വീട് വേണം, ഇങ്ങനെ ഒത്തിരി സ്വത്ത് വേണം, സ്ഥലങ്ങളും ഒക്കെ. പിന്നെ എനിക്ക് ഫോൺ വേണം, പണിക്കാർ വേണം. ഇത്രയുള്ള ഒരു വീട്ടിലെ ചെറുക്കൻ മാത്രം എന്നെ കല്യാണം ആലോചിക്കാവുള്ളൂ. കാർ. ഇത്രയും ഡിമാൻഡ്സ് ഇല്ലാത്തവരെ പെണ്ണ് കാണാൻ വരണ്ട എന്ന് വലിയ അഹങ്കാരത്തിൻ്റെ വകല്. നിങ്ങൾ കേട്ടോ. എനിക്കറിയാൻ പാടില്ല. എനിക്ക് അങ്ങനെയുള്ളതെല്ലാം വന്നത്. പക്ഷെ അങ്ങനെ ഇല്ലാത്ത ആളെ ഞാൻ കെട്ടിയതെന്ന് വെച്ചാൽ സ്വത്ത് കുറവല്ല. ഈ പറഞ്ഞ 2 നില വീടില്ലായിരുന്നു, അന്നേരം കെട്ടാൻ വന്നപ്പോൾ കാറില്ലായിരുന്നു, ഫോണും ഇല്ലായിരുന്നു, ഞാൻ പറഞ്ഞ ഡിമാൻഡ് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അഹങ്കാരത്തിൻ്റെ വാക്ക് അത് ഞാൻ യേശുവിനോട് പറഞ്ഞെങ്കിൽ എനിക്കത് കിട്ടിയേനെ. അതാണ് നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഓർത്തോ. നമ്മുടെ ആഗ്രഹം പുറത്തു പറയുമ്പോൾ എല്ലാവരും ഇപ്പം പറയും അഹങ്കാരത്തിൻ്റെ വാക്ക്. എൻ്റെ ആങ്ങളമാർ പറയും അഹങ്കാരത്തിന് കൈ കാലം ഇങ്ങനത്തെ വർത്താനമൊക്കെ പറയുമ്പോൾ അത് എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ യേശു ക്രിസ്തു സാധിച്ചു തന്നിട്ടുണ്ട്. ഞാൻ സ്വർണ്ണക്കട പണ്ട് തുടങ്ങുമെന്നൊക്കെ പറഞ്ഞു. അത് യേശുവിലായപ്പോൾ യേശു അമ്പരാൻ സാധിച്ചു തന്നു. നമ്മളപ്പോൾ എന്ത് നമുക്ക് സ്വപ്നം കാണാൻ പാടില്ലേ. കൊട്ടാരം പോലത്തെ വീടോ, എനിക്കതൊക്കെ വലിയ ഇഷ്ടമാണ്. എല്ലാം വലുതാണ് എനിക്കിഷ്ടം. അതിപ്പോൾ എനിക്ക് ചെറുതല്ല വലുത് ഇഷ്ടം, ഓരോരുത്തർക്കും ഇഷ്ടമല്ലേ. നമ്മൾ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നമ്മളെ ലോകത്തിൽ ഉന്നതയും ക്രിസ്തു യേശുവിൽ പ്രശസ്തയാക്കും. യേശു പറയണ കേട്ടാൽ മതി. അപ്പോൾ സ്വർണ്ണക്കട സ്കീം പൂർണ്ണാര്യം പറഞ്ഞു വന്നത് അത് മറക്കരുത്. സ്വന്തം നമുക്ക് ടൂർ പോകണ്ടേ, അത് പെട്ടെന്നായിക്കോട്ടെ. സ്വർണ്ണക്കടയിലെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇവിടുത്തെ വാട്സപ്പ് നമ്പറിലോ കോൾ ചെയ്യുക. സ്വർണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പെണ്ണുങ്ങളുടെ സ്വത്താണ് സ്വർണം. സ്വർണത്തിൻ്റെ വില താഴ്ത്തേട്ട് പോകുന്നവർക്ക് ആരും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കേണ്ട. സ്വർണത്തിൻ്റെ വില കീറുള്ളൂ. അപ്പോൾ പെട്ടെന്ന് സ്കീമിൽ ചേർന്നേ. അപ്പോൾ എല്ലാവരെയും ശമ്പരം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.